എപ്പോഴെങ്കിലും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ആ ഒരു സങ്കടം എന്ന് പറയുന്നത്. അതങ്ങനെ സങ്കടപ്പെടാനും ഒരു പ്രത്യേക കാരണം കാണും. അപ്പം നമുക്ക് തോന്നുന്ന ആ ഒരു സങ്കടം അധിക നേരം ചിലപ്പോൾ നീണ്ടു നിൽക്കാറില്ല. നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ എല്ലാവർക്കും അതുപോലെ ചിന്തിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലൂടെ ഇല്ലാണ്ടാക്കേണ്ട ഒന്നാണോ നമ്മുടെ ജീവിതം? ഒരു നിമിഷം നമുക്കങ്ങനെ തോന്നി എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ ലോകത്തൊരു മനുഷ്യനും കാണില്ല. കാരണം പലപ്പോഴും എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇതെന്താണ് എൻ്റെ ജീവിതം. അതിപ്പോൾ നമ്മൾ ഓർക്കും വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് നമ്മൾ ഓരോരോ വാർത്തകൾ കേൾക്കും. കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, ഒരു പോലീസുകാരൻ ഡ്യൂട്ടിക്കിടയിൽ വീട്ടിൽ വന്നു ആത്മഹത്യ ചെയ്തു. അപ്പം നമ്മളെല്ലാവരും ഓർക്കും പോലീസുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ അവർക്കുണ്ടാകുന്ന സമ്മർദ്ദം, ജോലിയിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ അവർ സ്ഥിരം കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരു സിനിമയിൽ പിന്നെ കഥയിലെ നായകൻ പറയുന്ന പോലെ, ആരെങ്കിലും പോലീസാവും, ഇവരുള്ളവരാരെങ്കിലും പോലീസാവും, അങ്ങനെ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും മോശമായൊരു പൊസിഷനായിട്ടല്ല, കാരണം അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പോലീസുകാരെല്ലാം പൊതുവെ ഒരു മുരടൻ സ്വഭാവം എന്നൊക്കെ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ആയിപ്പോകുന്നത്? നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നമായാലും അത് നമുക്കതൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പരിഹാരമാണ്. ആ പരിഹാരത്തിന് എല്ലാ പരിഹാരത്തിനും നമ്മൾ ചെല്ലേണ്ടത് ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് കോടതി കയറുകയാണ്. അപ്പം പോലീസുകാർ ഒരു ദിവസം ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മുന്നിലെത്തുന്ന പരാതികൾ ഏതൊക്കെ തരത്തിലുള്ളതായിരിക്കും അല്ലേ? അപ്പം ഞാൻ ഇന്നാളൊരു ദിവസം ഒരു ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം അന്ന് ക്ലാസ് എടുത്ത സാറ് ഇങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓരോ ജീവിതത്തിലും ഓരോ സ്ത്രീകളും അവരുടെ കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ഓരോരോ മോശമായ അവസ്ഥകൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ആണ് അവരുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ. അപ്പോൾ ഈ അവസ്ഥകളൊക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള പോലീസുകാരാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എന്താണ്? തനിക്കും ഒരു ഭാര്യയുണ്ട്, തനിക്കും മകളുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ താൻ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ അതങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ നടന്ന അതേ പ്രശ്നങ്ങളായിരിക്കും മറ്റൊരാൾക്ക് സംഭവിച്ചിട്ട് അവർ ഈ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് അന്വേഷിക്കുന്നതോ മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഒരു പക്ഷേ സമയത്ത് ഫുഡ് കഴിക്കാതെ ഒക്കെ ഇരുന്നിട്ട് പല പല അസുഖങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടെൻഷനും പിന്നെ അതുമായിട്ടുള്ള പ്രഷർ, പിന്നെ ഷുഗറിൻ്റെ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ എല്ലാ മനുഷ്യർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. ഒരസുഖം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ തൈറോയിഡ് എന്നുള്ളത് പറയുന്ന അസുഖത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മൊത്തം പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ടാൽ വേണ്ട വിധത്തിൽ ജോലി ചെയ്യാൻ തോന്നുകയില്ല. ചിലർ കണ്ടില്ല എപ്പോഴും ഇരുന്ന് ഉറക്കമാണ്. അവർക്കൊക്കെ ഈ ബ്ലഡിൻ്റെ കുറവും ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണ് എപ്പോഴും ഈ ക്ഷീണവും തളർച്ചയും ഉറക്കമൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പം നമുക്ക് പുറമേ നിന്ന് നോക്കുന്നവർ ഞാൻ എപ്പോഴും ഉറക്കമാണ്, എപ്പോഴും കിടപ്പാണ്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടായിരിക്കും അവർ ആ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിലാക്കാതെ പോകുമ്പോൾ ഓഫീസിലെ പ്രശ്നങ്ങളും അപ്പം കുടുംബത്തിലെ പ്രശ്നങ്ങളും കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് നേരത്തെയെങ്കിലും സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നോർത്ത് ഈ പോലീസുകാർ
എല്ലാ ദിവസവും കേൾക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളെക്കുറിച്ചാണെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പം ചിലപ്പോൾ അവർക്ക് ആ കുറച്ച് നേരത്തേക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതിനെ അഭിമുഖീകരിക്കാൻ അവർക്ക് പറ്റാതെ വരുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളോട് ചേർന്ന് വരുമ്പോഴാണ് അവർ മറ്റാരും ഇല്ലെന്നുള്ള തോന്നലിലേക്കും ഇതിന് മതി എന്ന് ചിന്തിക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരിക്കലും എന്താ പറയുക, ചിലർ പറയുന്നത് കേൾക്കാം, ഒരിക്കലും കട്ടിയില്ലാത്ത മനസ്സുള്ളവരല്ല, നല്ല കഠിന ഹൃദയമുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും അവർക്ക് ആ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അല്ല, അവരാ പ്രതിസന്ധിയെ തരണം ചെയ്തിട്ട് അവരെടുത്ത ഒരു സൊല്യൂഷനായിരിക്കും ഇത് എന്ന് പറയുന്നത്. അവർ നന്നായിട്ട് ആലോചിച്ച് തന്നെ ആയിരിക്കും എടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നിമിഷം ആരുമില്ലാണ്ട് ആകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലേ? നമുക്കൊരു സപ്പോർട്ട് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ഒരാൾ മതി ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് തോന്നും, ഇത് നമ്മുടെ ഈ പ്രശ്നം നമ്മൾക്ക് പറയാനുള്ള ആ ഒരാളോട് പറഞ്ഞാൽ അവരത് ഉൾക്കൊണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തിയാലോ എന്നൊക്കെയുള്ള തോന്നൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് തനിക്ക് ആരുമില്ല എന്നുള്ള രീതിയിലും താൻ തെറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു ഫീലിങ്സിലാണ് പലപ്പോഴും മനസ്സ് കൈവിട്ട് പോകുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആത്മഹത്യ കൂടി വരികയാണ്. അതിനുള്ള കാരണങ്ങളും ഇങ്ങനെ പലവിധമായിട്ട് കിടക്കുന്നുമുണ്ട്. എന്ന് കരുതി നമ്മളൊരിക്കലും ചിന്തിക്കാതെ പോകേണ്ട കാര്യമില്ല. എല്ലാം നമ്മൾ ചിന്തിക്കണം, എല്ലാ വഴിക്കും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് ആ പ്രശ്നങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർക്കൊരു പ്രശ്നമുണ്ട് എങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? വേറെ ഒന്നും നമുക്കിപ്പം പണം കൊടുത്തോ സ്വർണം കൊടുത്തോ ഒന്നും സഹായിക്കാൻ പറ്റില്ലെങ്കിലും മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോരുത്തരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ്. ചിലർക്ക് കാണും ഞാനൊരു വിവാഹം കഴിച്ചു എന്ന് പറയാനൊരു മടിയുള്ളവർ കാണും. അല്ലെങ്കിൽ അതെ എനിക്ക് ഒത്തിരി പ്രായമുണ്ട്, ഇതുവരെ കല്യാണമൊന്നും ആയില്ല, ഇത് പറയാൻ മടി കാണും. ചിലർക്ക് തൻ്റെ വിദ്യാഭ്യാസം പറയാൻ മടി കാണും, അല്ലെങ്കിൽ തൻ്റെ സാലറി ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ മടി കാണും. ഇല്ല, ഇങ്ങനെയോ ഓരോരോ മടി കാണും. തനിക്കെന്തോ ഒരു ആണ് എന്നുള്ളൊരു തോന്നലാണ്, തനിക്കെന്തോ കുറവുണ്ട് എന്നൊക്കെ തോന്നാനുള്ളവരുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർ കളിയാക്കുമോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ എന്ന് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാനിതാണ്, എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി, എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഉൾക്കൊണ്ടാൽ മതി. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിൻ്റെയും കാര്യമില്ല, അല്ലേ? പിന്നെ നമുക്കെപ്പോഴും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റണമെന്നുമില്ല, എല്ലാവരോടും തുറന്ന് സംസാരിക്കണമെന്നില്ല. അതിലും ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ എഴുതിയും വയ്ക്കാം. നമുക്ക് നമ്മുടെ ഡയറിയിലൊക്കെ എഴുതിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ഡയറിയെ ഒരു സുഹൃത്താക്കി കണ്ടുകൊണ്ട് എഴുതി നോക്കുക, നമ്മൾ പല പ്രശ്നങ്ങളിൽ നിന്നും മാറിപ്പോകും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങളിങ്ങനെ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കാം. പിന്നെ അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ ആരോടൊന്നുമില്ല, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളങ്ങ് റെക്കോർഡ് ചെയ്യുകയാണ്. ഒരാളപ്പുറത്ത് കേൾക്കാനുണ്ടെന്ന് കരുതി നമ്മളങ്ങ് സംസാരിച്ചോണം. എന്നിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് ശാന്തമാകും. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുമ്പോൾ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. മറ്റാരും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. നമുക്ക് പലപ്പോഴും നമ്മുടെ ആ പ്രഷർ ഇല്ലാണ്ടാക്കണമെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കണം. നമുക്ക് ചുറ്റുപാടും ആരും കാണത്തില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഉള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം. നമ്മുടെ ആ പ്രഷർ ഇല്ലാണ്ടാക്കാൻ ഏതൊക്കെ മാർഗ്ഗം നമുക്ക് സ്വീകരിക്കാം അതൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാതെ ആ പ്രഷറും വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രഷറൊക്കെ മാറ്റി വയ്ക്കുക. എന്തിനേയും നേരിടാനുള്ള ഒരു മനസ്സ് കരുതി വയ്ക്കുക. അപ്പോൾ അതേ ശുഭാംശവും മറ്റുള്ളവരൊക്കെ 4 പേര് പോയി, നമുക്കൊക്കെ പെട്ടെന്ന് പറ്റുന്ന കാര്യമാണ്. അത് അവരുടെ മനസ്സിൻ്റെ ആ കരുത്തും കൂടാണ്. അതിലെത്ര സ്ത്രീകളുണ്ടായിരുന്നു? 11 പേരെങ്ങാണ്ട് മൊത്തം ബഹിരാകാശത്ത്. അപ്പോൾ എത്ര സ്ത്രീകളുണ്ടായിരുന്നു എന്നറിയാം. അപ്പോൾ അവരെല്ലാവരും
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുനിത വില്യംസ് എത്ര നാൾ അവിടെ പോയി അല്ലേ? അപ്പം ഇവർക്ക് എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് നടക്കും, കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാത്തിനും വേണ്ടതൊരു മനസ്സാണ്, എന്തിനേയും നേരിടാനുള്ള ഒരു മനസ്സ്. അപ്പം അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആരും നമ്മളെ എവിടെയും തോൽപ്പിക്കില്ല, ഒരിടത്തും നമ്മൾ തോൽക്കേണ്ടി വരില്ല. നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് സ്ട്രോങ് ആക്കി വയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ആരെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ പറയില്ല. പലപ്പോഴും പലരും ഇങ്ങനെ പറഞ്ഞു നമുക്ക് വേറെ ആരുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു എന്തിനാണ് വേറെ ആരെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്കൊരാവശ്യം വരുന്നത് എപ്പോഴാണെന്നറിയാം, നമ്മളൊന്ന് വയ്യാതെ വീണ് പോയി, ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നത്. അല്ലാതെ നമുക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റൊരാളെ ആശ്രയിക്കുന്നത്? നമുക്ക് ജോലി ചെയ്യാൻ പറ്റും, നമുക്ക് ജോലി ചെയ്യാൻ വിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ കഴിവുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം, അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കും. അല്ലാതെ എപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കുന്നത് ഒരിക്കലും നമുക്ക് നല്ലതിനല്ല. കാരണം നമ്മളങ്ങനെ ആശ്രയിക്കാൻ തുടങ്ങി നമ്മൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് അത് നഷ്ടമാകാൻ തുടങ്ങും. അങ്ങനെ ആ കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിനെ അത് ശരിക്കും ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. ഓക്കെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ ആരുടെയും സഹായമില്ലാതെ ജീവിക്കും എന്ന് ഉറപ്പിക്കുക. ചിലർക്ക് പ്രതിസന്ധികളുള്ളവർ അവരുടെ കാര്യമാണ് പറഞ്ഞത്. ആരുമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ അറിയാം, എനിക്ക് ജോലിയുണ്ട്, ഞാൻ സമ്പാദിക്കും, എനിക്കിപ്പം ജോലി ഇല്ലെങ്കിൽ നാളെ ഞാൻ ആ ജോലി നേടും. വലുതൊന്നും നോക്കണ്ട, നമുക്ക് എത്ര ലക്ഷങ്ങൾ കിട്ടുന്നു അല്ലെങ്കിൽ 10,000 കിട്ടുന്നു, നമ്മളെക്കൊണ്ട് പറ്റുന്ന ജോലി ചെയ്തു തുടങ്ങാം. അറിയാം, അങ്ങനെ ചെയ്തു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ കോൺഫിഡൻസ് കൂടും, നമ്മുടെ കഴിവുകൾ ഉള്ളിൽ നിന്ന് നമ്മുടെ പുറത്തേക്ക് വരും. അങ്ങനെ നമ്മൾ വിജയത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ചേരും. അതിലൊന്നും ഒരു മാറ്റമില്ല. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ചിന്തിച്ച് ആരും കാണണം, അല്ലെങ്കിൽ അയ്യോ അവരില്ലാതെ ഞാൻ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇവരില്ലാതെ എങ്ങനെ ചെയ്യും, ഇവരെന്ത് വിചാരിക്കും, അയ്യോ എനിക്ക് ഇത്രയല്ലേ വരുമാനമുള്ളൂ, ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് 1 രൂപയെങ്കിലും നേടാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ. 1 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാരമാണ്. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ 1 രൂപയുടെ 1 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ നീ 1 രൂപ ഇങ്ങോട്ട് തന്നു. എൻ്റെ ഉണ്ട് ടീച്ചറെ, വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാം. ഞാൻ പറഞ്ഞു വീട്ടിലെവിടെ നിന്നാ, ആര് തരും? അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ തരും. ഞാൻ അച്ഛനെവിടെ നിന്ന് കിട്ടും? അത് ഞാൻ അച്ഛൻ ജോലി ചെയ്തിട്ടാണ് ആ 1 രൂപ അച്ഛന് കിട്ടുന്നത്. അത് നീ ഒന്നും ചോദിക്കാതെ, ഒന്നും ജോലി ചെയ്യാതെ നീ ചെന്ന് അച്ഛനോട് ചോദിച്ചു വാങ്ങിക്കുന്നു അല്ലേ? അച്ഛന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അച്ഛൻ ജോലി ചെയ്തെങ്കിൽ കിട്ടണോ? 1 രൂപ എന്ന് പറയുന്നത് നിസ്സാരമല്ല എന്ന് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഞാനതങ്ങ് വിട്ട്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ക്ലൂ കൊടുക്കും. കുട്ടികളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ ആലോചിക്കും, ചിന്തിക്കും. അത് നല്ലതിനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും. ശരിയല്ലേ? അപ്പോൾ അനാവശ്യ ചിന്തകളൊന്നും വേണ്ട, എനിക്ക് കഴിയും എന്ന ചിന്തയുമായി മുന്നോട്ട് പോകാം. ഓക്കെ.